ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിലെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ക്ലാസ്സിലേക്ക് ബാക്കി നോക്കാം. ഓക്കെ, നമ്മളെന്താണ് a raised to m the whole raised to n വരെ പഠിച്ചു നിർത്തിയായിരുന്നു. a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to m into n ആണ് നമ്മളവര് പഠിച്ചു നിർത്തി അതിന്റെ പ്രോബ്ലംസും ചെയ്തു. അപ്പൊ അതിന്റെ ബാക്കി കുറച്ച് ടൈപ്പ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കുക, write each of this as powers of different numbers. Write each of this as powers of different numbers. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 3 raised to 8. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 3 raised to 8. Write each of this as powers of different numbers. Different numbers in the powers ആയിട്ട് എഴുതാൻ ചോദിക്കും. Different numbers in the powers ആയിട്ട് എഴുതാൻ ചോദിക്കും. 3 raised to 8 അതായത് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? പവർ ഓഫ് ഡിഫറെന്റ് നമ്പർ. ഡിഫറെന്റ് നമ്പേഴ്സിന്റെ പവേഴ്സ് ആണ് എഴുതാൻ. അതായത് എന്താണ്? ഈ നമ്പർ മാറി ചേഞ്ച് ആയി വരും. ആ നമ്പറിന്റെ പവർ എന്ത് ചെയ്യണം? ആക്കി മാറ്റി എഴുതാൻ പറഞ്ഞത്. അതിന് നോക്കിക്കോളൂ, 3 raised to 8 നമുക്ക് എന്താ മാറ്റേണ്ടത്? 3 raised to 8. നമുക്കറിയാം a raised to m the whole raised to n ആണ് എന്താ? a raised to m into n എന്ന് പറയുന്നത് അല്ലേ? a raised to m the whole raised to n ആണ് a raised to m into n എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ 3 raised to 8 നമുക്ക് അതായത് ഈ ഫോമിൽ ഇരിക്കുന്നത് നമുക്ക് തിരിച്ചെഴുതി കൂടെ. 3 raised to 8 എങ്ങനെയാ? a raised to mn ഉള്ള ഫോമിലല്ലേ ഇരിക്കുന്നത്. ആ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചിങ്ങോട്ട് എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? ഇതാണ് നോക്കാം. 3 raised to mn അല്ലേ? m into n എന്ന് പറയുമ്പോൾ ഇതാണ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് ഒരു ആൻസർ. m into n എന്ന് പറയുമ്പോൾ ഒരു ആൻസർ നമുക്ക് കിട്ടും. അതാണ് ഇവിടെ കിട്ടിയ എന്താ? 8. m എന്ന് പറയുന്നത് 8. അപ്പൊ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്താ 8 കിട്ടിയത്. അത് m ഹോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? m into n. m into നമ്മൾ m. അതായത് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എന്താ നമുക്ക് ഈ 8 കിട്ടിയത്. അങ്ങനെ 8 കിട്ടിയിട്ടുണ്ടെങ്കിൽ നോക്കുക, നമ്മൾ ഇനി എങ്ങനെ ചെയ്യുന്നത്? ഏതൊക്കെയോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 8 കിട്ടിയത്. ആ നമ്പേഴ്സ് എങ്ങനെ കണ്ടിരിക്കുക? എങ്ങനെയാണ് നോക്കുക? 8 നമുക്ക് ഏത് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും? 8 എന്താണ്? 4 into 2 കിട്ടത്തില്ലേ? 4 into 2. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? 3 raised to 2 the whole raised to 4 ഇവിടെ 3 raised to 2 the whole raised to 4 എന്ന് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 3 raised to 4 the whole raised to 2 എന്ന് എഴുതാം. 3 raised to 2 the whole raised to 4 എന്ന് എഴുതാം. നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ പവർ ഒന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? 8 കിട്ടിയാൽ മതി. നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ആ പവർ നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? 8 കിട്ടിയാൽ മതി. ഇപ്പൊ 3 raised to the whole raised to 4 എന്ന് എഴുതാം. 3 raised to 4 the whole raised to 2 എന്ന് എഴുതാം. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്, 3 raised to the whole raised to 4 എന്ന് എഴുതി. എഴുതിയല്ലോ. ഇനി നോക്കുക, നമുക്ക് വേറെ നമ്പേഴ്സിന്റെ പവർ ആയിട്ട് എഴുതണ്ടേ? നോക്കിയേ, 3 raised to 2 എന്ന് വെച്ചാൽ എന്താണ്? അത് ഞാൻ ഈ 3 raised to 8 ഞാൻ ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ എഴുതിയത്. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ് 3 raised to 2 എന്ന് വെച്ചാൽ എന്താണ്? 3 raised to 2 എന്ന് വെച്ചാൽ 3 into 3 എന്നല്ല. അപ്പൊ എത്ര വരും? 9 the whole raised to 4. 9 the whole raised to 4. കണ്ടോ? വേറെ നമ്പറിന്റെ പവർ ആക്കി എഴുതിയതുണ്ടോ? വേറെ നമ്പറിന്റെ പവർ ആക്കി എഴുതി. ഇത്രയും മാത്രമേ ഉള്ളൂ കണക്ക്. നിങ്ങൾ സിമ്പിൾ അല്ലേ? നിങ്ങൾ 3 raised to 8 നമുക്കറിയാം. a raised to m the whole raised to a raised to m. വേറെ പവർ മാറ്റി ചെയ്താലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പവറിനെ സ്പ്ലിറ്റ് ചെയ്തു. അതായത് 8 ഏതെങ്കിലും നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ 8 എന്തൊക്കെയാ? 4 into വെച്ച് 8 മൾട്ടിപ്ലൈ ചെയ്തത്. 4 into വെച്ചാണ് 8 മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ നമ്മൾ 8 പോലെ എന്ത് എഴുതി? 4 into എഴുതി. അത് നമുക്കറിയാം 3 raised to the whole raised to 4. അപ്പൊ എന്താണ്? ഇത് നമ്മൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് പിന്നെ എഴുതാം 2 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 2 എന്ന് എഴുതാം. അതെന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടിയാൽ മതി. നമ്മൾ അങ്ങനെ എഴുതി. എന്താണ്? 3 raised to 2 എത്രയാണ്? 9 ആണ്. 3 raised to 4 എന്നൊക്കെ എളുപ്പം 3 raised to 2 ആയിരുന്നു. നമുക്ക് എളുപ്പം 3 raised to 2 എന്ന് വെച്ചാൽ 9 ആണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെയായിട്ട് നമുക്ക് ആൻസർ 9 raised to 4. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക, നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ 4 raised to 6 ആണ് നോക്കിയിട്ട്. 4 raised to 6. അപ്പൊ നോക്കുക, നമുക്ക് 4 raised to 6 ആണ് വേണ്ടത്. 4 raised to 6 നമുക്ക് എങ്ങനെ എഴുതാം? 4 raised to 3 the whole raised to 2 എന്ന് എഴുതിക്കൂടെ?
നമ്മൾ മുമ്പേ നേരത്തെ കണക്കിനായിരുന്നു. നേരത്തെ നമുക്ക് 3:8 ആണ്. 3:8 നമ്മൾ എങ്ങനെ എഴുതി? 3:2 the whole raised to 4 എഴുതി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3:4 the whole raised to 2 എന്ന് എഴുതാം. ഇങ്ങനെ നമ്മൾ പവർ സമ്മിൽ കുടിക്കുമ്പോൾ എന്ത് കിട്ടിയാൽ മതി? നമുക്ക് 8 കിട്ടിയാൽ മതി. ഇവിടെ നമുക്ക് എന്ത് വേണം? പവർ സമ്മിൽ കുടിക്കുമ്പോൾ എന്ത് കിട്ടണം? 6 കിട്ടണം. കണ്ടോ? പവർ സമ്മിൽ കുടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 3 into എത്ര? 6 കിട്ടും. ഇത് തിരിച്ചു എഴുതാം. എന്താ? 4:2 the whole raised to 3 എന്ന് എഴുതാം. എന്ത് ചെയ്താൽ മതി? രണ്ടിന്റെ ആൻസർ എഴുതിയാൽ മതി. 4:3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 into 4 into 4 64 കിട്ടും. എത്ര കിട്ടും? 64 the square എന്ന് പറയും. 64 the whole square എന്ന് പറയും. അടുത്ത എന്താണ്? 4 square the whole raised to 3 എന്ന് പറയുമ്പോൾ എന്താണ്? 4 into 4 the whole raised to 3 എന്ന് പറയും. 4 square എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 കിട്ടും. 16 the whole raised to 3 എന്ന് പറയും. നമുക്ക് ഇങ്ങനെ വേണ്ടി എഴുതാം. പവേഴ്സ് ആക്കി എഴുതണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വേണ്ട അതിനകത്ത് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 2:50. 2:50 നമുക്ക് എങ്ങനെ എഴുതാം? 15 നമുക്ക് ഏതൊക്കെ മൾട്ടിപ്പിൾസിൽ എഴുതാം? 2:3 the whole raised to 5 എന്ന് എഴുതി. കാരണം എന്താ? 3 into 5 എന്ന് കിട്ടും? 15 കിട്ടും. അതെന്ത് എഴുതാം? 2 എന്താണ്? 5 the whole raised to 3 എന്ന് എഴുതാം. 2:5 the whole raised to 3. കാരണം നമുക്ക് പവേഴ്സിന് കുടിക്കുമ്പോൾ എന്ത് കിട്ടിയത്? 15 കിട്ടിയത്. 3 into 5 ആയാലും 5 into 3 ആയാലും 15 ആയല്ലേ. നമുക്ക് എന്ത് എഴുതാം? 2:3. 2:3 എന്ന് പറയുമ്പോൾ എത്ര? 8 ആ. 2 into 2 into എത്ര? 8. 8:5 വരും. എന്താണ്? 2:5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2നെ 5 ആയിട്ട് എഴുതി കുടിക്കാം. 2നെ 5 ആയിട്ട് എഴുതി കുടിക്കാം. 2 into 2 into 2 into 2 into എത്ര കിട്ടും? 32 raised to എന്ത് കിട്ടും? 32 raised to 3 എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിക്കോളൂ. If 2 raised to x is equal to 128, what is 2 raised to x plus 1? What is 2 raised to x plus 1? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? 2 raised to x എന്ന് പറഞ്ഞാൽ 128 ആണെന്ന് അവർ പറയുമ്പോൾ 2 raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? 128 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് 2 raised to x plus 1 എന്ത് ആൻസർ കിട്ടും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ 128നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 128 എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 128നെ പ്രൈം ഫാക്ടറൈസ് ഉണ്ട്. 2 3 നമുക്ക് പോവാം. 2 3 4 എടുക്കാം. പക്ഷെ നമ്മൾ എഴുതുന്നത് എന്താണ്? 2 ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഏതാണ് നമ്പർ? ആ വാല്യൂ വെച്ചാണ് എന്ത് നമ്മൾ ഇവിടെ ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 വെച്ച് എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 128 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എത്ര കിട്ടുന്നത്? 64 കിട്ടും. വീണ്ടും ചെയ്യുമ്പോൾ എത്ര കിട്ടും? 32. വീണ്ടും എത്രയാണ്? 16. എന്താണ് 128നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 64. 64നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 32. 32നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 60. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 8 2 4 2 2. എത്ര വന്നേ? നമുക്ക് ഇങ്ങനെ കിട്ടി. നോക്കിയേ, നമുക്ക് എഴുതാം. 2 into എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 2 into 2 എത്ര? 3 4 5 6 7 എണ്ണം നമ്മൾ എഴുതിയല്ലോ. 2 into 2 into 2 into 2 എന്ന് പറയാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എഴുതുന്നത് ഇവിടെ എത്ര 2 ഉണ്ട്? നമ്മൾ എത്ര 2 ഉണ്ട്? 7 ഇല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതിക്കൂടെ? 2 raised to 7 എന്ന് എഴുതിക്കൂടെ? 2 raised to 7 എന്ന് എഴുതാമല്ലോ. നോക്കിയേ, എത്ര 2 ഉണ്ട്? 7 അല്ലേ? അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്തു? പവർ രൂപത്തിലാണ് എഴുതി. കാരണം 2 raised to 7 എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? 2നെ 7 ആയിട്ട് എഴുതി മുറിക്കുക. അതിന്റെ നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചെഴുതി 2 into 2 into 2 എന്ന് പറയുമ്പോൾ 2 raised to 7 ആണ്. ഈ 2 raised to 7 അല്ലേ നമുക്ക് 128 എന്ന് പറഞ്ഞാൽ? കാരണം നമുക്ക് 2 into 2 into 2 into 2 into 2 into ചെയ്യുമ്പോഴാണ് എന്താ നമുക്ക് 128 കിട്ടുക. 2 raised to 7 ആണ് എന്താ? 128 എന്നാണ്. അപ്പൊ നോക്കിയേ, നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? ഇവിടെ എത്ര കിട്ടി? x is equal എന്ത് കിട്ടി? 7 കിട്ടി. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? x is equal എന്ത് കിട്ടി? 7 കിട്ടി. അപ്പൊ നോക്കുക, ഇനി നമ്മൾ എന്താണ്? നമുക്ക് 2 raised to x plus 1 ആണ് ചെയ്യുന്നത്. 2 raised to x plus 1. നമുക്ക് 2 raised to x plus 1 ചെയ്യാമല്ലോ. നോക്കിയേ, 2 raised to x plus 1.
2 raised to x ന്റെ വാല്യൂ നമുക്കറിയാം. x എത്ര കിട്ടി? 7 കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 raised to 7 plus 1 എത്ര കിട്ടും? 2 raised to 8. 2 raised to 8. 2 raised to 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2നെ 8 വട്ടം എഴുതി കുടിക്കാം. അപ്പൊ നിങ്ങൾ നോക്കി 2നെ 8 വട്ടം നിങ്ങൾ എഴുതി കുടിക്കാൻ നിൽക്കണ്ട. നമുക്കിവിടെ 2നെ 7 വട്ടം എഴുതി കുടിച്ച ആൻസർ ഉണ്ട്. എത്ര? 128 ഉണ്ട് അല്ലേ? ഇതല്ലേ ഈക്വൽ ടു തന്നെ 128 എന്ന് പറഞ്ഞേ. 128 ഈക്വൽ എന്ന് പറഞ്ഞല്ലേ വരുന്നേ. 2നെ 7 വട്ടം എഴുതി കുടിച്ച ആൻസർ ഉണ്ട്. എത്ര? 128. 2നെ 8 വട്ടം എഴുതി കുടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒന്നും കൂടെ ആൻസറിന്റെ കൂടെ എന്ത് ചെയ്യാം? 2 ഒരു വട്ടം കുടിച്ചാൽ പോരെ. 2നെ 7 വട്ടം എഴുതി കുടിച്ചാൽ നമുക്ക് 128 എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ആൻസറിനോട് 2 ഒരു വട്ടം കുടിക്കുമല്ലേ. ഇപ്പൊ എന്ത് ചെയ്യാം? 122 എന്ത് ചെയ്യാം? 2 ഒരു വട്ടം കൂടെ കുടിക്കാം. 122 ഇൻറ്റു 2 കിട്ടും 16 5 2 256 കിട്ടും. അതായത് 2 raised to 8 നമുക്ക് എത്ര കിട്ടും? 256 ആണ് ആൻസർ കിട്ടുന്നത്. 256 ആണ് ആൻസർ. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? 2 raised to x is equal to എന്താണ്? 128 എന്ന് വന്നു. അങ്ങനെ 2 raised to x plus 1 എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 128നെ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം. 2ന്റെ പവർ 2 2 2 എന്നല്ലേ ഇരിക്കുന്നത്. 2നെ 7 വട്ടം കുടിക്കുമ്പോഴാണ് 128 കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യും? 2 raised to 7 എന്ന് എഴുതും. അതല്ലേ 128. 2 raised to 7 is equal to 128. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 7 കിട്ടും. ഇതെന്ത് ചെയ്യാം? x 2 raised to 7 plus 1 എത്ര? 2 raised to 8. പിന്നെ നമ്മൾ 2 raised to 8നെ 2നെ 8 വട്ടം എഴുതി കുടിക്കാൻ നിൽക്കരുത്. 7 വട്ടം എഴുതി കുടിച്ച ആൻസർ ഉണ്ട്. അതിനോട് എന്ത് ചെയ്യാം? 2 കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് മാത്രമേ ഈ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. If 3 raised to x is equal to ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. If 3 raised to x is equal to 729, what is 3 raised to x minus 1? What is 3 raised to x minus 1? സെയിം കണക്ക്. എന്താണ് ആദ്യം? എക്സിന്റെ വാല്യൂ എടുക്കണം. എന്തൊക്കെ ഫാക്ടറൈസ് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യണ്ടേ? ഡിവൈഡ് ചെയ്യണം. നമുക്ക് എഴുതാം. 729 ഫാക്ടറൈസ് ചെയ്യാൻ പോകും. 3 വെച്ച് 6 എന്ത് കിട്ടും? 1 വരും. 12 കിട്ടും. അപ്പൊ എന്താണ്? 4 എന്ത് കിട്ടും? വീണ്ടും 3 243 കിട്ടും. ഇനി എന്ത് ചെയ്യാം? വീണ്ടും ചെയ്യാം. എന്താ? 8 3 24 കിട്ടും. പിന്നെ എത്ര? 1 വീണ്ടും ചെയ്യാം. എത്ര കിട്ടും? 2 കിട്ടും. അതായത് 2 6 കിട്ടും. 21 കിട്ടും. എത്ര? 7. നിങ്ങൾ ഞാൻ സ്പീഡ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് നോക്കി ഡിവൈഡ് ചെയ്താൽ. അതായത് 729 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 243 കിട്ടും. 243 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 81 കിട്ടും. 81 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 27 കിട്ടും. നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഇന്ത്യ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. 3 അപ്പൊ എത്ര നോക്കിയേ? 729 ഈക്വൽ ടു എങ്ങനെ? 3 ഇൻറ്റു എത്ര? 3 1 2 3 4 5 6 എത്ര? 6 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 നോക്കി 1 2 3 4 5 6 3 കുടിക്കും. 6നെ 3 വട്ടം എഴുതി കുടിക്കുമ്പോഴാണ് എത്ര? 729 കിട്ടുന്നത്. അതായത് 3 raised to 6 ആണ് എന്താ? 729. 3 raised to 6 ആണ് എന്താ? 729 വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക 3 raised to 5 എന്താണെന്ന് നോക്കുക. 3 raised to 5 അല്ലേ? അതായത് എങ്ങനെയാ? 3 raised to x minus 1 അല്ലേ വേണ്ടേ? അതായത് 3 raised to എന്താണ്? 3 raised to x minus 1 ആണ് എന്താ? സോറി 3 raised to 6 ആണ് എന്താ? 7. അപ്പൊ x ന്റെ വാല്യൂ ആണ് എത്ര? 6 കിട്ടിയത്. അപ്പൊ എന്താണ്? 3 raised to 6 minus 1 അപ്പൊ എന്ത് കിട്ടും? 3 raised to 5. 3 raised to 5 എന്ന് വെച്ചാൽ നമുക്ക് അറിയാം. കാരണം നോക്കിയേ 3ന് 5 എഴുതി ഗുണിക്കുമല്ലേ? 3 5 എഴുതി ഗുണിക്കാൻ നിൽക്കണ്ട. കാരണം നോക്കുക 729 നോക്കിയേ 3നെ നമ്മൾ എത്ര വട്ടം ഗുണിക്കണം? 5 വട്ടം ഗുണിക്കണം. 3 ഇൻറ്റു 3 എത്ര കിട്ടും? 9 കിട്ടും. 9 ഇൻറ്റു 3 എത്ര? 27. 27 3 81. 81 3 243 ഇതാണ് കേട്ടോ. 5 വട്ടം എഴുതുകയാണ്. ഇത് നോക്കുക 1 2 3 4 5 5 വട്ടം എഴുതി ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 243 കിട്ടി. അപ്പം ആൻസർ എത്രയാണ്? 3 raised to 5 ആൻസർ എത്രയാണ്? 3 raised to 5 is equal എന്താണ്? 243 ആണ് എന്താ നമ്മുടെ ഇവിടുത്തെ ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 729 3 വെച്ച് ഫാക്ടറൈസ് ചെയ്യുക. അതാണ് എന്താ? 3 ഇൻറ്റു 3 ഇൻറ്റു 3 എത്ര? 3 raised to 6 ആണ് എന്താ? 729. 729 എന്ത് ചെയ്യുക? ഇതിന്റെ വാല്യൂ 6 കിട്ടും.
വിച്ച് എന്ന് പറഞ്ഞാൽ 5 കിട്ടും. 3 6 - 7 അല്ലേ? 3 6 5 എത്രയാണ്? 243 കിട്ടും. ഇതിന്റെ ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ (4⁷ into 4⁸ by 4⁴ into 4⁵ the whole raised to 5. സിംപ്ലിഫൈ ചെയ്തെടുക്കുക. നിങ്ങൾ എഴുതിയൊന്നും കുടിക്കരുത്. 4 7 വട്ടം കുടിച്ചിട്ട് പിന്നെന്താണ് 4 8 വട്ടം കുടിച്ച് അത് കമ്മി കുടിച്ച് പിന്നെ 4 2 വട്ടം അങ്ങനൊന്നും ചെയ്യാൻ നിൽക്കരുത്. വെറുതെ മണ്ടത്തരം കാണിച്ചു വെക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പം ചെയ്യാം. അതായത് നോക്കിക്കോളൂ, നോക്കിക്കോളൂ. ഇത് a⁻m into a⁻n അല്ലേ? a⁻m into a⁻n ആണ്. a സെയിം അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം 4⁷ plus 8 പവർ തമ്മിൽ കൂട്ടിയാൽ മതിയല്ലോ. ബൈ 4⁵ into ഇത് a⁻m the whole raised to n അല്ലേ? അപ്പൊ എന്ത് വരും? a⁻m വരും. പവർ തമ്മിൽ എന്ത് ചെയ്യാം? ഹോൾ പവർ വരുമ്പോൾ എന്ത് ചെയ്യാം? ചെയ്താൽ മതി. പവർ തമ്മിൽ കുടിക്കാം. എന്ത് കിട്ടും? 4⁵ 3 എത്ര കിട്ടും? 15 കിട്ടും. ഇനി എന്താണ് ഇത്? നമുക്ക് a⁻m into a⁻n ചെയ്യാമല്ലോ. അതായത് 4⁷ plus 8 എന്ത് കിട്ടും? 15 കിട്ടും. 4⁵15 by എന്താണ്? 4⁵2 plus 15 2 plus 15 ആണ്. 2 plus 15 അടുത്ത പേരാണ് 4⁵15 by 4⁵17 by 4⁵15 by 4⁵17 by 4⁵15 by 4⁵17 എങ്ങനെയാണ്? ഡിവിഷൻ അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? പവർ തമ്മിൽ കുറയ്ക്കാം. ഇവിടെ 15 17 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യാം? ഒരു 1/, ഇട്ടിട്ട് പവർ തമ്മിൽ കുറയ്ക്കാം. എല്ലാവരും മറന്നു കാണും. അന്ന് നിങ്ങൾ എന്ത് ബുക്ക് മറിച്ച് നോക്കുക. സെയിം ഇതുവരെ ഈ പാഠത്തിൽ പഠിച്ച a⁻m into a⁻n = a⁻m plus n, a⁻m divided by a⁻n ആണ് എന്താണ്? a⁻m minus n. അത് ചെറുതിൽ നിന്ന് വലുതാ കുറയ്ക്കുന്നത്. അതായത് എമ്മിൽ നിന്ന് n കുറയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? 1/, ഇട്ടിട്ട് a⁻n minus m ചെയ്യുക. എന്നിട്ട് പിന്നെ അടുത്ത എന്താണ് പഠിച്ചത്? a⁻m ഒരു പവറിന്റെ മുകളിൽ പവർ എന്ത് ചെയ്യുക? ആ പവർ നമ്മൾ ഗുണിച്ച് ആ നമ്പറുമായിട്ട് എഴുതാം. അതെന്താ ഇതുവരെ പഠിച്ചത് മൊത്തം മിക്സ് ആയിട്ട് ചോദിച്ചു ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പോഴത്തെ അപ്പൊ എന്ത് ചെയ്യും? 1/4⁵17 minus 15 കിട്ടും. 1/4⁵2 കിട്ടും. 1/16 ആണ് എന്താ നമുക്ക് ആൻസർ കിട്ടുന്നത്. അതാണ് എന്താ സിംപ്ലിഫിക്കേഷൻ. എളുപ്പമല്ലേ? നമ്മൾ ആദ്യം എങ്ങനെയാണ് 4⁷7 4⁷8 എന്ത് ചെയ്യും? പവർ തമ്മിൽ കൂട്ടി a⁻m into a⁻n. എന്താണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പവർ തമ്മിൽ ഹോൾ പവർ അല്ല. അപ്പൊ എന്ത് ചെയ്യാം? പവർ തമ്മിൽ കുടിക്കാം. വീണ്ടും എന്ത് ചെയ്തു? സെയിം അല്ലേ? നമ്പർ വന്ന് പവർ വ്യത്യാസം ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? നമ്പർ തമ്മിൽ കൂട്ടാം. 15 by 4⁵17 ആണ്. എന്ത് ചെയ്യാം? ഇത് തമ്മിൽ കുറയ്ക്കാൻ നേരത്തെ എന്താണ്? 1/, വേണം. കാരണം ചെറുതിന് വലുത് കുറയ്ക്കാൻ പറ്റില്ല. 1/, ഇട്ടിട്ട് വലുത് ചെറുത് കുറയ്ക്കും. അപ്പൊ എന്താണ്? 4⁵2 എന്താണ്? 1/16. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. (6⁴ the whole square into 6⁵5 the whole raised to 3 by 6⁵2 the whole raised to 2 into 6⁴ the whole raised to 5. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യണം. എല്ലാത്തിന്റെ മുകളിൽ പവർ ഉണ്ടല്ലോ. എല്ലാ പവേഴ്സും ഇൻറ്റു എഴുതാമല്ലോ. നോക്കുക, എഴുതാം. 6⁻² എന്താണ്? 4 × 2 8 കിട്ടും. ഇൻറ്റു 6⁵5 3 15 കിട്ടും. 6⁵15 ബൈ എന്താണ്? 6⁻22 4 കിട്ടും. 6⁻4 ഇൻറ്റു 6⁻4 5 6⁻20 എന്താണ്? കൂട്ടി എഴുതാം. 6⁸8 + 5 എന്താണ്? നമുക്ക് എന്ത് ചെയ്താൽ മതി? കൂട്ടി എഴുതിക്കൂടെ? 6⁸8 + 15 8 + 15 അല്ലേ? 8 + 15 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കോ. 5 എന്താണ്? 6⁻4 + 20 എന്ന് വരും. എന്ത് കിട്ടും? 6⁸8 + 5 എന്ന് എന്താണ്? 6⁻23. 8 ഉം 15 കൂടുമ്പോൾ 23 കിട്ടും. ബൈ 6⁻2 എന്താണ്? 24. ഇത് തന്നെ വരും. കുറയ്ക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാം? 1/, ഇടാം. 1/, എന്താണ്? 6⁻24 - 23 എന്താണ്? 1/6⁻24
1 എത്ര കിട്ടും 1/6 ഇതാണ് എന്താ ഇതിന്റെ ആൻസർ. സിമ്പിൾ അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യുക പവർ മുകളിൽ പവർ വന്നപ്പോൾ ചെയ്തു പവർ മീൻ ചെയ്തു നമ്പർ സെയിം അല്ലേ പവർ വ്യത്യാസം വന്നു ആഡ് ചെയ്തു പിന്നെ ഇതും ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ചെയ്തപ്പോൾ ചെറുതിന് വലുത് പറയാൻ പറഞ്ഞത് 1/8. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കണക്ക് ചെയ്തത്. നമ്മുടെ ഈ പാഠവും തീർന്നു. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ പാഠം കഴിഞ്ഞിരിക്കുന്നു. ഇത് പഠിപ്പിച്ച എല്ലാവരും എന്ത് ചെയ്യുക ചെയ്ത് പഠിക്കാം. ആ 3 എന്താണ് ക്ലിയർ പറയുന്നതനുസരിച്ചാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും ചെയ്ത് പഠിക്കും. ഇതിനകത്ത് ചെയ്യിപ്പിക്കാത്ത കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് അഡീഷണൽ റിപ്പീറ്റ് ആയി വരുന്ന ആ പ്രോബ്ലംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യില്ല ക്ലാസ്സുകളിൽ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന പാഠം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും കണക്കുകൾ ചെയ്ത് പഠിക്കുക. വൃത്തിയാണ് എല്ലാവരും പഠിക്കുക. താങ്ക്സ്.